രാമായണമാണ് നാം സാധാരണ വായിക്കാറ്. പക്ഷേ വാൽമീകി രാമായണം വായിക്കാനുള്ള ഒരു പരിശ്രമം നടത്തുകയാണ് ഞാൻ. അത് ലീലാവതി ടീച്ചറുടെ വ്യാഖ്യാനമാണ് എൻ്റെ കയ്യിലുള്ള രാമായണം. അത് മുഴുവനായി വായിച്ചു തീരില്ല എന്ന ബോധ്യമുള്ളത് കൊണ്ട് ഞാനത് പകുത്ത് വായിച്ച് ചില ശ്ലോകങ്ങൾ, അന്നന്ന് കിട്ടുന്ന ശ്ലോകങ്ങളുടെ വ്യാഖ്യാനം പറയാം എന്നാണ് കരുതുന്നത്. അപ്പോൾ ഏവരും രാമായണ മാസ ആചരണം ആഘോഷപൂർവ്വം നടത്താൻ ആശംസിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ബാലകാണ്ഡം പ്രഥമ സർഗ. തപസ്വാധ്യായ നിരതം തപസ്വീ വാഗ്വിദാം വരം, നാരദം പരിപപ്രച്ഛ വാൽമീകിർമുനിപുങ്കവം. കോന്വസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ, ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യോ ദൃഢവ്രതഃ. ചാരിത്രേണ ച കോ യുക്ത സർവഭൂതേഷു കോ ഹിതഃ, വിദ്വാൻ കസമർത്ഥശ്ച കശ്ചൈവ പ്രിയദർശനഃ. ആത്മവാൻ കോ ജിതക്രോധോ ദ്യുതിമാൻ കോ നസൂയകഃ, കസ്യ ബിഭ്യതി ദേവാശ്ച ജാതരോഷസ്യ സംയുഗേ. ഏതദിച്ഛാമ്യഹം ശ്രോതും പരം കൗതൂഹലം ഹി മേ, മഹർഷേ ത്വം സമർത്ഥോസി ജ്ഞാതുമേവം വിധം നരം. തപസ്സിലും വേദാധ്യയനത്തിലും മുഴുകിയവനും വാഗ്മികളിൽ ഉത്തമനുമായ നാരദനോട് തപസ്വിയായ വാൽമീകി ചോദിച്ചു: ഈ ലോകത്തിൽ ഗുണവാനും വീര്യവാനും ധർമ്മജ്ഞനും കൃതജ്ഞനും സത്യവാക്കും ദൃഢവ്രതനും ചാരിത്രയുക്തനും എല്ലാവർക്കും ഹിതനും വിദ്വാനും സമർത്ഥനും ഏവർക്കും പ്രിയപ്പെട്ടവനും ആയ മഹാൻ ആരാണ്? ആത്മവാനും ക്രോധത്തെ ജയിച്ചവനും ദ്യുതിമാനും അനസൂയകനും യുദ്ധത്തിൽ കോപം പൂണ്ടു നിൽക്കിയ ദേവന്മാർ കൂടി പേടിക്കുന്നവനും ആയ മഹാൻ ആരാണ്? ഇത് കേൾക്കാൻ ഞാൻ ഇച്ഛിക്കുന്നു. എനിക്ക് ഏറെ കൗതൂഹലമുണ്ട് മഹർഷേ. ഇപ്രകാരമുള്ള നരനാരെന്ന് അറിയാൻ അങ്ങ് സമർത്ഥനാണ്. ശ്രുത്വാ ചൈതത്രിലോകജ്ഞോ വാൽമീകേർനാരദോ വചഃ, ശ്രൂയതാമിതി ചാമന്ത്ര്യ പ്രഹൃഷ്ടോ വാക്യമബ്രവീത്. ബഹവോ ദുർലഭാശ്ചൈവ യേ ത്വയാ കീർത്തിതാ ഗുണാഃ, മുനേ വക്ഷ്യാമഹം ബുദ്ധ്വാ തൈര്യുക്തഃ ശ്രൂയതാം നരഃ. ഇക്ഷ്വാകുവംശപ്രഭോ രാമോ നാമ ജനൈഃ ശ്രുതഃ, നിയതാത്മാ മഹാവീര്യോ ദ്യുതിമാൻ ധൃതിമാൻ വശീ. ബുദ്ധിമാൻ നീതിമാൻ വാഗ്മേ ശ്രീമാൻ ശത്രുനിബർഹണഃ, വിപുലാംസോ മഹാബാഹൂ കംബുഗ്രീവോ മഹാഹനുഃ. മഹോരസ്കോ മഹേശ്വാസോ ഗൂഢജത്രുരരിംദമഃ, ആജാനുബാഹു സുശിരാസുലലാട സുവിക്രമഃ. സമവിഭക്താംഗസ്നിഗ്ധവർണ്ണ പ്രതാപവാൻ, പീനവക്ഷാ വിശാലാക്ഷോ ലക്ഷ്മീവാഞ്ചൂഫലക്ഷണഃ. ധർമ്മജ്ഞ സത്യസന്ധശ്ച പ്രജാനാം ച ഹിതേ രതഃ, യശസ്വീ ജ്ഞാനസമ്പന്ന ശുചിർവശ്യ സമാധിമാൻ. ഇത് കേട്ടിട്ട് ത്രിലോകജ്ഞനായ നാരദ മഹർഷി ഹർഷത്തോടെ കേട്ടോളൂ എന്ന് പ്രതികരിച്ച് ഇപ്രകാരം പറഞ്ഞു: അങ്ങ് വിവരിച്ച ദുർലഭ ഗുണങ്ങളോടുകൂടിയ ആളെപ്പറ്റി നന്നായി ആലോചിച്ച് ഞാൻ പറയാം. ഇക്ഷ്വാകു വംശത്തിൽ പിറന്നവനും ജനങ്ങൾ രാമൻ എന്ന പേരിൽ അറിയുന്നവനുമാണ് അദ്ദേഹം. നിയതാത്മാവും സ്വയം നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ, മഹാവീരനും ദ്യുതിമാനും ധൃതിമാനും വശിയും ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചവൻ ആകുന്നു. ബുദ്ധിമാനും നീതിമാനും വാഗ്മിയും ശ്രീമാനും ശത്രുനാശകനും വിശാലമായ തോളോടുകൂടിയവനും മഹാബാഹുവും കമ്പുഗ്രീവനും ശംഖുപോലെ കണ്ഠമുള്ളവൻ, മഹാഹനുവും വലിയ താടി വായ വർത്തിക്കുന്ന മുഖഭാഗം ഉള്ളവൻ, വിശാലമായ മാറിടമുള്ളവനും ഗൂഢജത്രുവും മുഴച്ചു കാണാത്ത പൂണലുള്ളവൻ, ശത്രുദമനനും ആജാനുബാഹുവും
സുശിരസ്സും സുലലാടനും സുവിക്രമനും, ഭംഗിയോടെ കാൽവയ്പോടെ നടക്കുന്നവൻ, ശരിയായ ഉയരമുള്ളവനും അനുപാതമൊത്ത അംഗങ്ങളോടു കൂടിയവനും, അഴകാർന്ന നിറമുള്ളവനും പ്രതാപവാനും പീനവക്ഷസും വിശാലാക്ഷനും ലക്ഷ്മീവാനും ശുഭലക്ഷണനും, ധർമ്മജ്ഞനും സത്യസന്ധനും പ്രജാഹിതരഥനും യശസ്വിയും ജ്ഞാനസമ്പന്നനും, ശുദ്ധമായ പെരുമാറ്റത്താൽ ആകർഷകനും ആശ്രിതരക്ഷകനും ഒക്കെയായ ശ്രീരാമനെ പറ്റിയാണ് നാരദ മഹർഷി വാൽമീകിയോട് വിവരിക്കുന്നത്. നമുക്ക് ബാക്കി തുടരാം. രാമ 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 രാമ. ഓം നമോ ഭഗവതേ വാസുദേവായ.